നമസ്കാരം. മൂന്നാം മോദി മന്ത്രിസഭയിലും നിർണായക സ്ഥാനങ്ങൾ ബി.ജെ.പിക്ക് തന്നെ. മന്ത്രിസഭയിൽ രണ്ടാമനായി സത്യപ്രതിജ്ഞ ചെയ്ത രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പും മൂന്നാമനായ അമിത് ഷാ ആഭ്യന്തര വകുപ്പും നിലനിർത്തി. ഇവർക്ക് പുറമെ മുതിർന്ന നേതാവായ നിതിൻ ഗഡ്കരിയും രണ്ടാം മന്ത്രിസഭയിലെ തന്റെ വകുപ്പുകൾ തന്നെ നിലനിർത്തി. റോഡ് ഗതാഗതവും ഹൈവേ വികസനവുമാണ് നിതിൻ ഗഡ്കരിയുടെ വകുപ്പുകൾ. എസ് ജയശങ്കർ വിദേശകാര്യവും നിർമ്മല സീതാറാം ധനമന്ത്രാലയവും അശ്വനി വൈഷ്ണവ് റെയിൽവേയും ഭരിക്കും. ആരോഗ്യവകുപ്പ് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായ ജെ.പി. നദ്ദയ്ക്കാണ് നൽകിയിട്ടുള്ളത്. മനോഹർലാൽ ഖട്ടാർ നഗരാസൂത്രണവും ധർമ്മേന്ദ്ര പ്രസാദ് വിദ്യാഭ്യാസവും, എൽ.ജെ.പിയുടെ മൻസുഖ് മാണ്ഡവ്യ കായികവും, പീയൂഷ് ഗോയൽ വ്യവസായവും കൈകാര്യം ചെയ്യും. റാം മോഹൻ നായിഡു വ്യോമയാനവും ഷിപ്പിംഗ് തുറമുഖ മന്ത്രിയായി സർബാനന്ദ സോനോവാളും അധികാരമേറ്റു. എച്ച്.ഡി. കുമാരസ്വാമി സ്റ്റീൽ വകുപ്പും ഹർദീപ് സിംഗ് പുരി പെട്രോളിയം വകുപ്പും കൈകാര്യം ചെയ്യും. പീയൂഷ് ഗോയൽ വാണിജ്യവും വ്യവസായവും കൈകാര്യം ചെയ്യും. കേരളത്തിൽ നിന്നുള്ള എം.പിയായ സുരേഷ് ഗോപി ടൂറിസം പെട്രോളിയം സഹമന്ത്രിയാകും. സുരേഷ് ഗോപിക്ക് പുറമെ ജോർജ് കുര്യൻ ക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളിൽ സഹമന്ത്രിയാകും. ന്യൂസ് ഡെസ്ക് 2020 ന്യൂസ്.